ഹലോ ഗൈസ്, എല്ലാവർക്കും ഐ എം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സുഗമോദേവി ലേറ്റസ്റ്റ് എപ്പിസോഡില് നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ മുരളിയുടെ അടുത്ത് നമ്മുടെ ഭാർഗവിയും ഗൗരിയും കൂടി വരും കേട്ടോ. അപ്പൊ നമ്മുടെ മുരളിയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് പേര് വന്നിട്ട് നന്ദനെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ എന്നെ അടിച്ചിട്ട് നന്ദനെ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആകപ്പാടെ ആ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയുകയാണെന്ന് നമ്മുടെ ഗൗരിക്കും ഭാർഗവിക്കും മനസ്സിലായിട്ട് അപ്പൊ നമ്മുടെ മുരളി ഇങ്ങനെ എഴുന്നേറ്റ് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നന്ദനെ എനിക്ക് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ഗൗരിയും നമ്മുടെ ഭാർഗവിയും സമ്മതിക്കുന്നില്ല. അതിന് പിന്നാലെ നമ്മുടെ ദേവി വരുന്നുണ്ട്. അപ്പൊ ദേവിനോടും കാര്യങ്ങൾ നമ്മുടെ മുരളി പറയുന്നുണ്ട്, ഇങ്ങനെ നന്ദനെ ആരൊക്കെയോ പിടിച്ചുകൊണ്ട് പോയി, പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവി ആകപ്പാട് കരച്ചില്, അയ്യോ എന്റെ നന്ദുവിന് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ സങ്കടം പറയാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ മുരളി ആണെങ്കിൽ എങ്ങനെയും എഴുന്നേറ്റ് സിസ്റ്ററിനെ വിളിക്കുക, എനിക്ക് പോകണം, എനിക്ക് നന്ദുവിനെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗൗരി ആണെങ്കിലും മുരളിയേട്ട കിടക്കും മുരളിയേട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ എങ്ങോട്ടും പോകണ്ട, ഞാൻ പോയി നന്ദുവിനെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിക പോകുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നന്ദനെയാട്ടോ. നന്ദൻ നമ്മുടെ ത്യാഗരാജന്റെ കസ്റ്റഡിയിലാട്ടോ. നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ നന്ദനെ കുറെ അടിയൊക്കെ അടിച്ച് ഒരു കസ്റ്റഡിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, തോക്കൊക്കെ ചൂണ്ടി പറയുന്നുണ്ട്, നിന്റെ അച്ഛനെയായിരുന്നു എനിക്ക് വേണ്ടത്, പക്ഷെ നിന്നെയാണ് എനിക്ക് കിട്ടിയത്, നിന്നെ ഞാൻ കൊല്ലോടാ, പക്ഷെ ഇപ്പഴല്ല, ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. വേണമെങ്കിൽ എനിക്ക് ഈ തോക്കിന്റെ ട്രിഗർ ഇപ്പൊ വലിച്ചിട്ട് നിന്നെ കൊല്ലാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല, നീ നല്ലോണം അനുഭവിച്ചെന്ന് പറഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് നിന്നെ ഞാൻ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ത്യാഗരാജൻ കുറെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയാണ്, ഞാൻ എന്റെ അച്ഛനും ഞങ്ങളുടെ കുടുംബവും ഒന്നും നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ പിന്നീട് കാര്യം അറിയുമ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡയലോഗ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് നമ്മുടെ നന്ദൻ കേട്ടോ. അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട്, പശ്ചാത്താപോ എനിക്കോ, ഇവൻ എന്തോന്ന് തേങ്ങയാണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത കൂടെ നിൽക്കുന്ന അവരോടൊക്കെ ഇങ്ങനെ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ നന്ദനെ കളിയാക്കി ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ദേവികയും നമ്മുടെ പ്രഭാവതിയും കൂടെ നമ്മുടെ ഹരിയേട്ടന്റെ അടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇങ്ങനെ നമ്മുടെ നന്ദനെ ആരൊക്കെയോ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മുടെ ഹരിയേട്ടൻ ഏതോ പോലീസ് ഓഫീസറിനെ വിളിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അയാളോട് ഇങ്ങനെ നമ്മുടെ ഹരിയേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അന്വേഷിച്ചേ പറ്റൂ, എനിക്ക് വേണ്ടി ഈ ഒരു കാര്യമെങ്കിലും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രഭാവതി ഇങ്ങനെ പറയുന്നുണ്ട്, പ്രഭാവതിയും ദേവിയും പറയുന്നുണ്ട്, മിക്കവാറും ത്യാഗരാജനായിരിക്കും അങ്ങളെ, ത്യാഗരാജനെ ചോദ്യം ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹരിയങ്ങൾ പറയുന്നുണ്ട്, ഇല്ല, ത്യാഗരാജനെ ചോദ്യം ചെയ്യാൻ ഒരു വഴിയില്ല, ആരൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, ഹരിയേട്ടനെ കാണാമെന്ന് ഭയങ്കര പ്രതീക്ഷയോട് കൂടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യും, ഒരു വഴിയും തെളിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ദേവികയുടെ ഫോണിലേക്ക് നമ്മുടെ തനുജ വിളിക്കുന്നുണ്ട്. അപ്പൊ തനുജയുടെ ഫോൺ നമ്മുടെ ദേവിക അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ തനുജ പറയുന്നുണ്ട്, ആ നിങ്ങൾ പുതിയ നാടകം തുടങ്ങിയല്ലേ, നന്ദനെ നീയായിട്ട് മാറ്റി നിർത്തിയിട്ട് കാണുവാനില്ല എന്നുള്ളൊരു പുതിയ നാടകം അല്ലെ, ആരൊക്കെ മാറ്റി നിർത്തിയാലും ത്യാഗരാജൻ അവിടെ പിടികൂടി അവനെ പിടിച്ച് അവനെ കൊന്നുകളയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ദേവിക പറയുന്നത്, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തനുജ പറയുന്നുണ്ട്, നിനക്ക് എന്നെ കാണണമെങ്കിൽ നീ നേരിട്ട് എന്റെ അടുത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവിക അപ്പൊ പറയുന്നുണ്ട്, ആ ശരി, ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിക നമ്മുടെ തനുജയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ രജനിയാട്ടോ. രജനി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പൊ രജനിക്ക് രജനി നന്ദനെ കാണാനില്ലാത്ത കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ അറിഞ്ഞ പിന്നെ രജനി ആകെ തകർന്നു പോകും അല്ലെ. അപ്പൊ നമ്മുടെ രജനി നമ്മുടെ ഗിരീഷിന്റെ അമ്മയോടും ഗിരീഷേട്ടനോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ചന്ദ്രോത്ത് വീട്ടിൽ പോകണം, എനിക്ക് നന്ദനെ കാണണം, അവനായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം, അവനെ എനിക്കൊന്ന് ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗിരീഷും അമ്മയാണെങ്കിലും ഇങ്ങനെ വിടാനേ പോകുന്നില്ല. അപ്പൊ നമ്മുടെ ഗിരീഷിനെ മാറ്റി നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് കഷ്ടമാടാ നിങ്ങളുടെ ഈ ഒരു ജീവിതം കാണുമ്പോൾ എനിക്ക് തന്നെ സങ്കടം തോന്നുക, നീ എന്തായാലും എന്റെ മകനല്ലേ, നിന്റെ ജീവിതത്തിൽ ഇത്രയേറെ സങ്കടങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ എന്റെ നെഞ്ചു കിടന്ന് ഉരുകുവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുറെ. അതിനുശേഷം ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ തനുജയെ കാണാൻ നമ്മുടെ ദേവിക വരികയാണ്. അപ്പൊ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇവർ തമ്മിൽ സംസാരിക്കാൻ പോകുന്നത്, നമ്മുടെ നന്ദിനെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടുമോ? അപ്പൊ നമ്മുടെ ദേവിക നമ്മുടെ പ്രഭാവതിനോട് പറയുന്നുണ്ട്, ചിലപ്പോൾ തഞ്ചു ആയിരിക്കും നാടകം കളിക്കുന്നത്, അവളുടെ കസ്റ്റഡിയിൽ നന്ദു ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ്, ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ ദേവി തനുജയെ കാണാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ക്ലൂ നമ്മുടെ തനുജയുടെ കയ്യിൽ നിന്ന് കിട്ടുമോ? ഇനി നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ നന്ദനെ തട്ടിക്കൊണ്ടുപോയ കാര്യം തനുജയ്ക്ക് അറിയാമായിരിക്കുമോ ഇല്ലയോ അല്ലെ. അപ്പൊ എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.